എൻ്റെ പ്രകാശവും കോട്ടയുമാണ്. അവിടുന്ന് എൻ്റെ ജീവിതത്തിനൊരു അനുഗ്രഹമാണ്. വിശുദ്ധ ബൈബിളിൽ സങ്കീർത്തനത്തിൻ്റെ പുസ്തകം അധ്യായം 27 വാക്യം 1. ഇന്നത്തെ മുഖ്യാതിഥി ASI സന്ദീപ് സാർ, സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസർ, വടക്കഞ്ചേരി പോലീസ് സ്റ്റേഷൻ, PTA പ്രസിഡന്റ് ശ്രീ ബാലകൃഷ്ണൻ, പ്രിയപ്പെട്ട അധ്യാപക അനധ്യാപകരെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, നമ്മുടെ ജീവിതം വളരെ വിലപ്പെട്ടതാണ്. നല്ല ആരോഗ്യവും നല്ല പഠനവും നല്ല സ്വഭാവവുമാണ് ഒരു കുട്ടിയുടെ ഏറ്റവും വലിയ സമ്പത്ത്. എന്നാൽ ഇന്ന് സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ അപകടങ്ങളിൽ ഒന്നാണ് ലഹരിയുടെ ഉപയോഗം. ആദ്യം ലഹരി ഒരു കൗതുകമായോ തമാശയായോ തുടങ്ങാം, എന്നാൽ പിന്നീട് അതൊരു ശീലമായി മാറിയെന്ന് വരാം. അതിനാൽ ഈ ദുശീലത്തെ സ്വാഗതം ചെയ്യാതെ അവഗണിക്കുകയാണ് നാം ചെയ്യേണ്ടത്. പല വിധത്തിലുള്ള മിഠായിയായും ഐസ്ക്രീമായും വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ ബിസ്ക്കറ്റായും ലഹരി നമ്മുടെ അടുത്തേക്ക് കടന്നു വരും. അതിനാൽ അതിൽ കുടുങ്ങിപ്പോകാതെ അതിനോട് വിട പറഞ്ഞുകൊണ്ട് അത് ഞാൻ സ്വീകരിക്കുകയില്ല എന്നുള്ള ബോധ്യത്തോടു കൂടി ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം. ലഹരി ഉപയോഗിക്കുന്നവർക്ക് ആരോഗ്യം നഷ്ടപ്പെടുന്നു, അവരുടെ പഠനം മുടങ്ങുന്നു, വേണ്ട വിധത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കാതെ വരുന്നു, കുടുംബാംഗങ്ങൾക്ക് വിഷമവും സമൂഹത്തിന് ദോഷവും ഉണ്ടാകുന്നു. ഒരാളുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ലഹരി ഇല്ലാതാക്കും. അതുകൊണ്ട് ലഹരിയിൽ നിന്ന് അകന്നു നിൽക്കേണ്ടത് ഓരോ കുട്ടിയുടെയും ഉത്തരവാദിത്തമാണ്. La
വേണ്ട ആവശ്യമില്ല. പക്ഷെ എന്താ ചെയ്യാ, വേണ്ട അവസ്ഥയിലാണ് ഇപ്പൊ നമ്മുടെ നാട് അല്ലേ. ഒരു കഥ പറഞ്ഞോണ്ട് തുടങ്ങാം. കഴിഞ്ഞ ദിവസം ഓക്കെ, 1 മണിക്കൂർ ഉണ്ട്, അത്രയൊന്നുമില്ല കേട്ടോ, അത്ര കുറച്ചാ. കഴിഞ്ഞ ദിവസം പാലക്കാട് ടൗണില് KSRTC ഡിപ്പോന്റെ അടുത്ത് ഒരു KSRTC ബസ് നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. അത് വഴി വന്ന ഒരാൾക്ക് ഒരു തോന്നലുണ്ടായി, ഒരാഗ്രഹം. എന്താ അറിയോ, ആ ബസ് ഒന്ന് ഓടിച്ചു നോക്കാൻ. അങ്ങനെ വാതിലൊക്കെ തുറന്ന് അതിനുള്ളിൽ കയറി വാതിലൊക്കെ അടച്ച് കൃത്യമായിട്ട് ആ വണ്ടി അവിടെ നിന്ന് എടുത്തിട്ട് അങ്ങനെ അതുപോലെ റോഡ് വഴിക്കാൻ ഇങ്ങനെ പോയി കറങ്ങി ഒരു 2-2.3 കിലോമീറ്റർ കറങ്ങിയിട്ട് KSRTC ഡിപ്പോന്റെ അപ്പുറത്ത് കൊണ്ട് വണ്ടി നിർത്തി മേലാതെ പറഞ്ഞു പോയി. ഈ പോകുന്ന വഴിക്ക് ഒരു വീടുണ്ടായിരുന്നു, അതിന്റെ സൈഡിൽ റോഡ് കൂടെ കൊണ്ടുപോയി വലത്തോട്ട് തിരിയുന്ന സമയത്ത് ഇടതുപാദം മതിലുണ്ടായിരുന്നു, അതിനെ തള്ളി അപ്പുറത്തേക്ക് മറിച്ചിട്ടു. ഇങ്ങനെ എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും ബസ്സിന്റെ അസ്ഥികൂടം പോലത്തെ സാധനം അവിടെ തിരിച്ചെത്തി. ആരാന്ന് മനസ്സിലായില്ല. പോലീസ് കേസെടുത്തു. കേസെടുത്തിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ട് അയാളെ കിട്ടി, ചെയ്ത ആളെ കിട്ടി. അയാളോട് ചോദിച്ചു, എന്തിനാണ് ചെയ്തേ ചോദിച്ചു. അയാൾ പറഞ്ഞ മറുപടി എന്താ അറിയോ, സാറേ ഞാൻ ലോറിയൊക്കെ ഓടിച്ചിട്ടുണ്ട്, ഇതുവരെ KSRTC ബസ് ഓടിച്ചിട്ടില്ല. അവർക്ക് ഒരു ആഗ്രഹം തോന്നിയത് KSRTC ബസ് ഓടിക്കാൻ. അങ്ങനെയാണ് ആ ബസ് ഞാനൊന്ന് ഓടിച്ചു നോക്കിയത് എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യുന്നതിൽ കുഴപ്പമല്ലോ ഉണ്ടോ? ഒരാഗ്രഹം തോന്നിയപ്പോ നിങ്ങൾക്ക് ഒരു പൂ നമ്മുടെ പൊക്കെ കണ്ടു, ആ നല്ല പൂവ്, അത് എനിക്ക് വേണം എന്ന് തോന്നി, അത് നിങ്ങൾ കൊണ്ടുപോയി. അങ്ങനെ ചെയ്തത് കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടോ പറയുന്നത് എത്ര വരുന്നത്? എന്താ കുഴപ്പമായി? എന്റെ ആയി കഴിഞ്ഞു അല്ലേ? എന്റെ സാധനങ്ങൾ എടുക്കാൻ പാടുമോ എന്നോട് ചോദിക്കാതെ? അങ്ങനെ എടുക്കുന്നതിന് എന്താ പറയാ? മോഷണം അല്ലേ? തക്കുക പറയുന്നത് മോഷണം. ആ KSRTC ബസ് ആരുടെയാണോ? അല്ല, അത് സർക്കാരിന്റെ. അത് പോലീസുകാർ എടുത്തിട്ട് പോയേ അല്ല. അപ്പോൾ ചെയ്ത കുറ്റത്താരെയും KSRTC ബസ് ഓടിച്ചു അല്ലേ? ഓടിച്ചിട്ട് ആ വണ്ടി നല്ല ചണ്ടായിട്ടാണ് നിൽച്ചുകൊണ്ട് വെച്ചേ അല്ല. പിന്നെന്താണ് ഈ പോകുന്ന വഴിക്കൊക്കെ എല്ലാവരെയും തട്ടി കുഞ്ഞ നാളെ കേടും അല്ലേ? ആ ബസ്
ആൽഫിൻ ജോസ്, ASI ശ്രീ സന്ദീപ് സർ, ഈ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപികമാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം നാം ആചരിക്കുകയാണ്. ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നമ്മുടെ ജീവിതം വളരെ മനോഹരമാണ്. വലിയ വലിയ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളുമാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കേണ്ടത്. എന്നാൽ ഈ സ്വപ്നങ്ങളെയെല്ലാം ഒരു നിമിഷം കൊണ്ട് തകർക്കാൻ ലഹരി എന്ന വിപത്തിന് കഴിയും. ലഹരി പദാർത്ഥങ്ങൾ തരുന്ന താൽക്കാലിക സന്തോഷം നിങ്ങളുടെ ആരോഗ്യത്തെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഇല്ലാതാക്കും. ഈ നല്ല നാളേക്കായി, നല്ലൊരു സമൂഹത്തിനായി ലഹരിയോട് നമുക്ക് ഒന്നിച്ച് നോ പറയാം. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലഹരി നിങ്ങളുടെ സ്വപ്നങ്ങളും അത് നേടിയെടുക്കാനുള്ള കഠിനാധ്വാനവും ആയിരിക്കട്ടെ. വഴി തെറ്റിക്കുന്ന പ്രലോഭനങ്ങളിൽ വീഴാതെ പഠനത്തിലും നല്ല കാര്യങ്ങളിലും ശ്രദ്ധിച്ച് ജീവിതം മനോഹരമാക്കാൻ എല്ലാവരും ശ്രമിക്കുക. ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാടും നാം. ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാടും നാം. വരം കണക്കെ കിട്ടിയ ജീവിതമെറിഞ്ഞുടയ്ക്കുകയില്ല നാം. വരം കണക്കെ കിട്ടിയ ജീവിതമെറിഞ്ഞുടയ്ക്കുകയില്ല നാം. ശിരസ്സുയർത്തി 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 പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാടും നാം. A very good morning to you all. Respected Chief Guest, ASI Sandeep Sir, respected PT President, Sri Balakrishnan Ma'am, beloved Headmistress Francis Rosmi Varghese, Sister Alphonsus, teachers, masters, and all my dear friends. It is my great privilege to propose the word of thanks on this meaningful occasion of Anti-Drug Day. First of all, I express my heartfelt gratitude to our respected Chief Guest for taking the time to be with us today. Your inspiring work and valuable guidance help us to understand the dangers of drug abuse and the importance of leading a healthy and responsible life. I sincerely thank our respected headmistress for organizing this awareness program and giving us the opportunity to learn such an important lesson. My heartfelt thanks to all our teachers for their hard work and support in making this program a success. I also thank all the students for their active participation and discipline throughout this program. Once again, thank you for everyone for making this every event memorable and meaningful. Thank you and have a wonderful day.